മായിട്ടും തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളുണ്ട്. അപ്പൊ അതെല്ലാം മുന്നണിക്കകത്ത് സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ അംഗീകരിക്കും. അതുമായി ബന്ധപ്പെട്ടത് മുസ്ലിം ലീഗ് പ്രവർത്തകർ അംഗീകരിക്കും. അങ്ങനെ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. തീരുമാനിക്കുന്നത് പാലക്കാട് ഇപ്പോൾ നിലവിലെ മണ്ഡലത്തില് ഈ ഒരു പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പാലക്കാട് നിയോജക മണ്ഡലം എങ്ങനെയാണ് കോൺഗ്രസിനൊപ്പം നിൽക്കാൻ സാധ്യതയുണ്ട്? BJP ശക്തരായ എതിരാളികളെ ഇറക്കാനുള്ള സാഹചര്യം കൂടെ കാണുന്നുണ്ട്. ഇപ്പം ശക്തരായ എതിരാളി എന്ന് പറഞ്ഞാൽ ഗാട്ടാഗോസ്തി മത്സരമൊന്നുമല്ല, തെരഞ്ഞെടുപ്പല്ല. തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് കേരളത്തിൽ മുഴുവൻ സാഹചര്യമുള്ളത്. BJP CPM അവിശുദ്ധ ബാന്ധവം കേരളത്തിലുടനീളമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒന്ന് ഒരുമിച്ചുള്ള ഒരു സംവിധാനമായിരിക്കും തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കുക. എന്തായാലും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് കേരളത്തിലുടനീളം ജനങ്ങൾ ചിന്തിക്കുന്നത്. കേരളത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അത് തന്നെ പാലക്കാടും സംഭവിക്കും. പാലക്കാട് UDFിന് അനുകൂലമായിട്ടുള്ള ജനവികാരം അത് അവിടെ ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും UDFിന് അനുകൂലമായിട്ട് പാലക്കാട് ജനങ്ങൾ ചിന്തിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ്. UDF സംവിധാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് ഒരു പ്രാദേശിക വിഷയം ചോദിക്കുന്ന അർത്ഥമുണ്ടെന്ന് അറിയില്ല. ഞാൻ ചോദിക്കാൻ നമ്മളെ മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ ആരാവണ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ കമന്റ് ചെയ്യാനില്ല. മുസ്ലിം ലീഗ് ആരെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചാലും മണ്ണാർക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ കൈമേൽ മറന്നു ഐക്യജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ സന്ദീപ് വാര്യരെ ഏതെങ്കിലും മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാമോ? അതിന്റെ പാർട്ടിയുടെ തീരുമാനം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കൈത്താങ്ങായി ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഗ്രാമധനശ്രീ ഗോൾഡ് ലോൺ. 7.5% മുതൽ തുടങ്ങുന്ന പലിശ നിരക്കിലുള്ള ഗോൾഡ് ലോണുകൾ 1000 രൂപയ്ക്ക് ദിവസം വെറും 58 പൈസ മാത്രം. 12.5% പലിശയോടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, 6% പലിശയോടെ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങി നിരവധി സമ്പാദ്യ പദ്ധതികൾ കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികൾ താങ്ങായി മഹിളകൾക്കായി ഗ്രാമധനശ്രീ ഗ്രൂപ്പ് ലോണുകളും നൽകുന്നു. മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൂടുതൽ സംഖ്യയ്ക്ക് മാറ്റിവെക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. മാത്രമല്ല ഡോർ ടു ഡോർ ഗോൾഡ് ലോൺ, ഓൺലൈൻ ഗോൾഡ് ലോൺ, NEFT, RTGS, വെഹിക്കിൾ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് സർവീസുകളും ലഭ്യമാണ്. വിശ്വസ്തവും സുതാര്യവുമായ ഇടപാടുകളുമായി എന്നും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം. നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യം ഗ്രാമ ധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ. ഹെഡ് ഓഫീസ് കരിമ്പ, ബ്രാഞ്ച് കരിമ്പ, തച്ചമ്പാറ, പുലാപ്പറ്റ, കാഞ്ഞിരം. ഫോൺ നമ്പർ 9526167009.